ഹലോ ഗൈസ്, നമുക്കിന്ന് കാലങ്ങളായി തുടരുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യാം. നിങ്ങൾ ഈ കാണുന്നത് വടുതല ലൂർദ് ആശുപത്രിക്ക് സമീപമുള്ള ഒരു റോഡാണ്. അമേരിക്കയിലെ നാഷണൽ ഹൈവേകളെ ലജ്ജിപ്പിക്കുന്ന രീതിയിൽ എത്ര മനോഹരമായാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നതെന്ന് നോക്കുന്നത്. ഇത് മാർച്ച് മാസത്തിൻ്റെ ഉൽപ്പന്നമാണ്. എല്ലാ വർഷവും കേന്ദ്ര കേരള സർക്കാരുകൾ അലോട്ട് ചെയ്യുന്ന ഫണ്ടുകൾ നഗരസഭകൾക്ക് വിനിയോഗിക്കാൻ മാർച്ച് മാസമായാലേ പറ്റൂ. അപ്പോൾ കുറേ കോൺട്രാക്ടർമാരുടെ കുടുംബം പെറ്റുപെരുകി സന്തോഷമായി ജീവിക്കാനായിട്ട് ഇങ്ങനെ ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. അത് KSEBയും കേരള വാട്ടർ അതോറിറ്റിയും കോൺട്രാക്ടർമാരും നഗരസഭാ സർക്കാരുകളും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടാണ്. ഇത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ ഭരണകാലഘട്ടം. പൊതുജനം റോട്ടിൽ ഏറ്റവും കൂടുതൽ വാഴക്കൃഷി നടത്തിയ ഒരു കാലഘട്ടമാണ്. ഗട്ടറുകളാൽ സമ്പന്നമായ ഒരു കാലഘട്ടം. എനിക്ക് ഓർമ്മ വരുന്നത് എടപ്പള്ളി സിറ്റി സിൽക്സിൻ്റെ എതിർവശത്തുള്ള ഒരു റോട്ടിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു വലിയ ഗർത്തമുണ്ടാവുകയും ഇന്ത്യൻ എക്സ്പ്രസിലും ഹിന്ദുവിലും വരെ ഫ്രണ്ട് പേജിൽ വന്ന് ഒരു നാണക്കേടായി അത് മാറുകയും ചെയ്തു. ജൂൺ ജൂലൈ മാസത്ത് മഴ പെയ്തപ്പോഴാണതെന്ന് ഓർക്കണം. അല്ലായിരുന്നെങ്കിൽ മാവേലിക്ക് വരാനായി ഒരു തുറങ്കപാത ഉണ്ടാക്കിയതാണെന്ന് UDF മന്ത്രിമാർക്ക് പറഞ്ഞ് രക്ഷപ്പെടാനായി. എന്ന് പറയുമ്പോൾ ഞാൻ UDF മന്ത്രിമാരെ മാത്രം ടാർഗറ്റ് ചെയ്യുകയൊന്നും അല്ല കേട്ടോ. LDF ഭരിക്കാൻ വന്നപ്പോഴും നല്ല രസകരമായ സ്ഥിതിവിശേഷങ്ങളുണ്ട്. അരിക്കൊമ്പനെ കൊണ്ടുപോകുമ്പോൾ ആ നാഷണൽ ഹൈവേയുടെ ക്രെഡിറ്റ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമോന് പോവുകയും, എന്നാൽ നാഷണൽ ഹൈവേയിലുള്ള പാലം പൊളിയുമ്പോൾ അത് മോദിയുടെ കുറ്റമാവുകയും ചെയ്യുന്ന ഒരു അത്ഭുത പ്രതിഭാസവും നടക്കുന്നത് നമ്മുടെ നാട്ടിലെ റോഡുകളുമായി ബന്ധപ്പെട്ട് തന്നെ. ഇതെല്ലാം കണ്ട് കോമൺ സെൻസും വിദ്യാഭ്യാസവുമുള്ള കേരളത്തിലെ ജനങ്ങൾ തലയിൽ കൈവച്ചു പറയുന്നു, നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ, ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ, നീ ഒന്നും ചെയ്യണ്ട, നാ ചെയ്തു. என்ன கொடுமை சார் இது. அது